മുംബൈയിൽ മറാഠ സംവരണ പ്രക്ഷോഭം 4ാം ദിവസത്തിലേക്ക്. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ മുംബൈ വിട്ടുപോകില്ലെന്ന് മറാഠ സമര നേതാവ്. സർക്കാർ പ്രതിനിധികളുമായി നടത്തിയ ചർച്ച പരാജയം. പോലീസ് നോക്കുകുത്തികളായതോടെ നഗരം അക്ഷരാർത്ഥത്തിൽ കീഴടക്കി പ്രക്ഷോഭ സമരക്കാർ. OBC വിഭാഗത്തിൽ മറാഠകൾക്ക് പ്രത്യേക സംവരണം നൽകണമെന്ന ആവശ്യവുമായാണ് സമുദായ നേതാവ് മനോജ് ജാരംഗെ പാട്ടീൽ ഇക്കുറി പ്രക്ഷോഭ സമരം മുംബൈയിലേക്ക് വ്യാപിപ്പിച്ചത്. മറാഠകളെ OBC വിഭാഗത്തിൽ ഉൾപ്പെടുത്തി 10% സംവരണം അനുവദിക്കണമെന്ന നിലപാടിലാണ് ജാരംഗെ പാട്ടീൽ. ആവശ്യം അംഗീകരിക്കുന്നവരെ മുംബൈ വിട്ടുപോകില്ലെന്നും സർക്കാരിന് മുന്നറിയിപ്പ് നൽകി. നിരാഹാര സമരം 3 ദിവസം പിന്നിടുമ്പോൾ ആയിരങ്ങളാണ് ഛത്രപതി ശിവജി ടെർമിനൽ അടക്കമുള്ള മുംബൈയുടെ ഹൃദയഭാഗങ്ങളിൽ തമ്പടിച്ചിരിക്കുന്നത്. നിരാഹാരം നടത്തുന്ന ആസാദ് മൈതാനത്ത് ചുറ്റുമുള്ള പ്രദേശങ്ങൾ സമരക്കാർ കീഴടക്കിയിരിക്കുകയാണ്. അതേസമയം പ്രക്ഷോഭകർക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിച്ചത് വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കി. 3 ദിവസമായി നഗരത്തിൽ തമ്പടിച്ച ആയിരങ്ങളെ നിയന്ത്രിക്കാനാകാതെ വലയുകയാണ് പോലീസും. ഇതോടെ ഗണേശോത്സവ ദിവസങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങൾ പോലും താറുമാറായി. കഴിഞ്ഞ ദിവസം ഒത്തുതീർപ്പിനായി നടത്തിയ ചർച്ചകളും പരാജയമായി. തന്നോട് ചർച്ച നടത്താൻ ജസ്റ്റിസ് ഇന്ത്യ അയച്ചതിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ പാട്ടീൽ വിമർശിച്ചു. മറാഠകൾക്ക് സംവരണം നൽകുന്നതായി പ്രഖ്യാപിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ജോലിയാണെന്നും പാട്ടീൽ ഓർമ്മിപ്പിച്ചു. വെള്ളിയാഴ്ചയാണ് ആസാദ് മൈതാനത്ത് മനോജ് ജാരംഗെ പാട്ടീൽ നിരാഹാര സമരം ആരംഭിച്ചത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.